അപ്പോൾ ഗായ്സ് നമ്മളെ കൃഷിയിടത്തിൽ വന്നൊക്കെയാണ്. കുറേ ദിവസമായി വന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും ആകുമെന്ന് തോന്നണം കേട്ടോ. അടിപൊളി. ഫുള്ള് പുഴു തിന്ന് ഒരു പരുവാക്കി വെച്ചിരുന്നു ഇലയൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കേട്ടാ ഗായ്സ്, ഇത് കണ്ട ഓട്ടയിട്ട് വെച്ചിങ്ങനെ കണ്ട, ഓട്ടയിട്ട് വെച്ചിങ്ങനെ ഇലയിൽ വേണ്ട. ഇതാണ് ഗായ്സ് പുഴുവിൻ്റെ മുട്ട കുഞ്ഞുങ്ങൾ. ഞാൻ കൊന്നു കളഞ്ഞില്ല. ഒരു കാരണവശാലും ഇത് വളരാൻ താമസിക്കില്ല. പറഞ്ഞ ഇല അത്രയും തിന്ന് കളയും. നമ്മൾ ഇതിൽ കാണാൻ പറ്റില്ല, കണ്ടാലും എടുത്ത് കളയാൻ പറ്റുമോ? ഒളിച്ചിരിക്കുക എവിടെയെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൊന്നു കളയും. അപ്പോൾ ഗായ്സ് ഈ സാധനമാണ് നമ്മൾ പന്നിയെ ഓട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ഇതിൻ്റെ തുമ്പിൽ ഇവിടെ ഒരു പേപ്പർ കഷ്ണം അല്ല, ഒരു കാർഡ്ബോർഡ് കഷ്ണം തൂക്കിയിട്ട്, അപ്പോൾ കാറ്റടിക്കുന്ന സമയത്തെ ഇതിലൊന്ന് തട്ടുമ്പം ഇതിങ്ങനെ സൗണ്ട് കേൾക്കും. ഇതിപ്പോൾ ആ കാർഡ്ബോർഡൊക്കെ നനഞ്ഞു പോയി. ഇനി വേറെ കെട്ടണം. 2 ആശാന്മാർ പട്ടിയെന്ന് പറയാൻ പറ്റില്ല, നമ്മളെ പട്ടിക്കുട്ടികൾ അവിടെ കിടന്ന് സൗണ്ട് കാണിക്കുകയും, സൗണ്ട് എന്നെ കാണുമ്പോഴുള്ള ഇതാണ് സന്തോഷം കാണിക്കുക, സന്തോഷം. ഓക്കെ ഗായ്സ്, ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഉണ്ട് എങ്കിലും വേണ്ട, ഇത് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ മുളകൊക്കെ നട്ടിട്ടുണ്ട്. കായൊക്കെ ഉണ്ട് കേട്ടോ. 1 2 രണ്ടെണ്ണേ ഉള്ളൂ. ഇത് അവസാനം നട്ട വാഴയാണ് കേട്ടോ. ഇവിടെ ഒരെണ്ണം വിത്തിരുന്നതിന് എടുത്ത് നട്ടതാണ്. ഏത്തവാഴയാണ്. വെയിൽ കമ്മി ഗായ്സ്. നമ്മൾ നട്ട സമയത്ത് നല്ല വെയിലായിരുന്നു, ഇപ്പോൾ കമ്മി, വളരെ കമ്മി. അതാണ് ഇങ്ങനെ നിൽക്കണം. ഓക്കെ, ഇപ്പോൾ പുഴു ആക്രമിക്കുന്ന ഭയങ്കര ശല്യമായിട്ട് വരെയാണ്. ഇതിനെ കാണാൻ പറ്റില്ല ഗായ്സ്. കണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കൊന്നു കളയായിരുന്നു. ഇവിടേക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ കാര്യം തീരുമാനമായി ചേട്ടാ. കൈ കിട്ടണം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മളെ ഈ വാഴ ഇത് കണ്ടല്ലോ, ഇത് സൂക്കേടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കതിനെ വെട്ടി റെഡിയാക്കി നോക്കാം. വെട്ടി കളഞ്ഞില്ലെങ്കിലേ അപ്പോൾ അടുത്തതിനും കൂടെ പ്രശ്നം. അപ്പോൾ ക്യാമറ ഇവിടെ ഇരിക്കട്ടെ.
അപ്പോൾ അത് സുക്കേടായിപ്പോയി ഗൈസ്. അപ്പോൾ അത് വെട്ടി മാറ്റിയില്ലെങ്കിലേ നമുക്ക് പണി നോക്കാം. ബാക്കിയുള്ളതും കൂടെ സുക്കേട്. ഇപ്പോൾ കളഞ്ഞിട്ട് തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ സൂക്കേടായിപ്പോയി, അതുകൊണ്ട് വെട്ടി കളഞ്ഞ്. അല്ലെന്നുണ്ടെങ്കിലേ ബാക്കിയുള്ളവരും കൂടെ വരും. ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. ഈ പുഴുവിനെ ഇനിയിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ആലോചിക്കണം. അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. ഞാൻ കോട്ട എടുത്തിട്ടുകൊണ്ടാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഫൈനലി നമുക്ക് ഉണങ്ങിയ ഇലയെല്ലാം വെട്ടിക്കളയാം കാശ്. വേണ്ട, ഇതുപോലെ ഉണങ്ങിയ ഇലയെല്ലാം വെട്ടിക്കളയാം. മുറിച്ചിട്ടേ അതിൻ്റെ മൂട്ടിൽ തന്നെ അങ്ങ് ഇട്ടുന്നത്. ഇപ്പോൾ വളം ഒഴിക്കും. വളം. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് ചുമ്മാ അല്ല, പരീക്ഷണത്തിന് ചുമ്മാ കൊണ്ട് നട്ടക്കിനെയാണ്. അപ്പോൾ അതിൻ്റെ ഇത് മരിച്ചിനായതിന് ശേഷം അതിൻ്റെ കമ്പെടുക്കണം. കമ്പെടുത്ത് ഇത് കണ്ട കായ്സ്, മുട്ടയടിച്ച് വെച്ചിങ്ങനെ കണ്ട. പിന്നെ പുഴുവാണ് ഈ സാധനം. അതിപ്പോൾ കാണാൻ പറ്റുന്നില്ല, എവിടെ ഒളിച്ചിരിക്കും. ഇലയിലായിട്ട് ചുണ്ടിരിക്കും, നമുക്ക് അറിയാൻ പറ്റും. ചില നല്ല പൊക്കത്തിലായിരിക്കും ഇരിക്കണം. അപ്പോൾ അതാണ് വിഷയം. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഓട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ മൊത്തം മുട്ടയടിച്ച് വയ്ക്കും. ഓക്കെ. അപ്പോൾ ഫൈനലി നമ്മൾ ഇലയെല്ലാം വെട്ടിയിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗായ്സ്, വേണ്ട ഇത് കണ്ടല്ലോ, ഈ ഒരു ഐറ്റം ഒച്ചാണ്. ഇത് ഇല തിന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് സാധനം. കണ്ടല്ലേ, പതുക്കെ എഴഞ്ഞ് വരും. അപ്പോൾ ഗായ്സ്, പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട, ഇതാണ് കന്ന് കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും, ഇതാണ് ഏത്തവാഴയിലെ കന്ന്. അപ്പോൾ നമ്മളിത് മുറിച്ചങ്ങോട്ട് കളയണം. പൊടിച്ച് വരും എങ്കിലും നമ്മൾ വളർന്നു വരുമ്പോൾ മുറിച്ച് കളയണം. കുലയ്ക്കുന്ന നേരേ ഉള്ളൂ, കുലച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. കാരണം അതിൻ്റെ വളർച്ച ഇതിൽ കൂടെ എത്തുമ്പോഴേ കുല സൈസ് ചെറുതാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. മഴയാണ് പേടി. കാരണം പിന്നെയും പഴയ പോലെ ജലദോഷം വന്നാലേ പണിപ്പാളും. കണ്ട ഗായ്സ്, നിങ്ങൾ കണ്ട ഗായ്സ്, ഇതാണ് ഐറ്റം കേട്ടോ. ഇതിനകത്ത് പുഴുണ്ട്, കണ്ടല്ലോ, ചൂണ്ടുകൊണ്ടിരിക്കണല്ലോ. ഇത്രയും ഇല ഇത് കീറി തിന്നു കണ്ട. ഇതിൻ്റെ അകത്ത് പുഴുണ്ട്. ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് പിതുക്കി കൊടുത്താൽ മതി. അവിടെയും ചത്തു പോകും. ഓക്കെ, അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇത് മട്ടി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഈ ചെറിയ പഴം കൊണ്ട് എന്തോ ആയുർവേദ ഗുണം കൊണ്ടുള്ള വാഴ എന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞൂടാ, കേട്ടിട്ടുണ്ട് ഇവിടെ. ഓ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. വാഴക്കന്നൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം എടുത്തോളൂ ആണ് വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാം കഴിക്കട്ടെ കേട്ടോ, സമയമില്ല. എന്തെങ്കിലും ഉണ്ടാകും തോന്നുന്നു. നോക്കട്ടെ, വെട്ടക്കുറവുണ്ട്, വെട്ടം. ഓക്കെ, ഓറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
ചോറുണ്ട്. കറി ഉണ്ടാക്കിയില്ല കേട്ടോ, അമ്മ വന്നാലേ ഉണ്ടാക്കൂ. സമയം 11 മണി ആയുള്ളൂ, 11:30. ഓക്കെ, ചക്കപ്പഴം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കൂടെ ചക്കപ്പഴം. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ വെച്ചാണ്. ബൈ, ശരി.